എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപിക, സൈക്കോളജി കൗൺസിലർ. നമുക്കിടയിൽ ചിലരെങ്കിലും ഒരു പുരുഷന്റെ മുൻപിൽ വളരെ കോൺഫിഡൻ്റായി, വളരെ കംഫർട്ടായി നിന്ന് സംസാരിക്കുന്ന സ്ത്രീകളെ നമുക്കിടയിൽ കണ്ടിട്ടുണ്ടാവും. അത് പുരുഷൻ അവരെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് ആ ഒരു സ്പേസ് അവർക്ക് വളരെയധികം കോൺഫിഡൻ്റ് നൽകുന്നു, ഒരു സേഫ്റ്റി നൽകുന്നു, ഒരു കംഫർട്ട് സോണായിട്ട് ഫീൽ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചില വ്യക്തികളുടെ മുൻപിൽ മാത്രം നമ്മൾ വളരെ കംഫർട്ടായി അല്ലെങ്കിൽ വളരെ ഓപ്പണായി സംസാരിക്കാൻ കഴിയുന്നത്? അതായത് അത്തരം വ്യക്തികളെ നമുക്കറിയാം നമ്മുടെ എല്ലാ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് നമ്മോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളെയൊക്കെ അവർ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സവർക്കുണ്ടെന്ന് നമ്മളും കൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ വളരെ കാം ആൻഡ് ക്വയറ്റായി കംഫർട്ട് സോണിൽ എന്ന പോലെ നമ്മൾ വളരെ സുരക്ഷിതരാണെന്നുള്ള ഒരു ബോധം ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നത്. ആ ഒരു അറ്റാച്ച്മെൻറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇമോഷണൽ അറ്റ്യൂൺമെൻറ്റ് എന്നാണ് സൈക്കോളജിയിൽ അതിനെ പറയാം. അതായത് എല്ലാ വ്യക്തികൾക്കും ഒരു ഫോമലായ ഒരു ക്യാരക്ടറും ഉണ്ടായിരിക്കും, നമ്മുടെ കംഫർട്ട് സോണിൽ കാണിക്കുന്ന ഒരു ക്യാരക്ടറും ഉണ്ടായിരിക്കും. എല്ലാവരോടും നമ്മൾ ഒരേപോലെ ആയിരിക്കില്ല പെരുമാറുക. നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ അതേ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാൻ കഴിയും. എൻ്റെ മൈൻഡിൽ എന്താണ് അത് തിരിച്ചറിയാൻ കഴിയുന്ന, എൻ്റെ കുറവുകൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളവരുടെ മുമ്പിൽ നമ്മൾ വളരെ സോഫ്റ്റായി അല്ലെങ്കിൽ വളരെ കാം ആൻഡ് ക്വയറ്റായി വളരെ കംഫർട്ടായി നമ്മളിരിക്കുന്നു. അത് അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടല്ല, നമുക്ക് അവരിലുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. സോ പുരുഷൻ വിജയിച്ചു എന്ന് പറയുന്നത് അത്തരം ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കുക തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്നതാണ്. താൻ എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും തന്നോടൊപ്പം ഞാനുണ്ട്, അല്ലെങ്കിൽ നിന്റെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിന്നെ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നിടത്താണ് ഒരു പുരുഷൻ്റെ യഥാർത്ഥ നേട്ടം എന്ന് പറയുന്നത്. അതുപോലെ ഒരു സ്ത്രീയുടെ യഥാർത്ഥ നേട്ടം എന്ന് പറയുന്നത് താൻ വിശ്വസിക്കുന്ന പുരുഷനിൽ നിന്നും താൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തനിക്കൊരു മെൻ്റൽ സപ്പോർട്ട് കിട്ടുക എന്നത് തന്നെയാണ്. തനിക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ പ്രിയപ്പെട്ട ആള് അല്ലെങ്കിൽ തൻ്റെ പുരുഷൻ എന്ന് അറിയുന്നിടത്താണ് ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്ത്രീയും പുരുഷനുമാവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട സ്ത്രീയോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട പുരുഷനോ നിൽക്കുന്നുണ്ടെങ്കിൽ, അവർക്കൊരു ഇമോഷണൽ ബേസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു ബാലൻസ് കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു മെൻ്റൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചടക്കം, ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. പരസ്പരം തമ്മിൽ കാണാനും തമ്മിൽ കേൾക്കാനും, അത് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളാണെങ്കിൽ പോലും, ഈവൻ വഴക്കാണെങ്കിൽ പോലും, നമ്മുടെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ പരസ്പരം കുറച്ചു നേരം കേട്ടിരിക്കാൻ തയ്യാറായാൽ തന്നെ പരസ്പര വിശ്വാസവും പരസ്പര ബന്ധവും പരസ്പര സ്നേഹവും ഒരുപാട് നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു നല്ല ബന്ധം നമുക്ക് കൊണ്ട് നടത്താൻ കഴിയും. ഇതൊരു ഫാമിലി ലൈഫിൽ മാത്രമല്ല കേട്ടോ, ഒരു ഫ്രണ്ട്ഷിപ്പിലായി കഴിഞ്ഞാലും അല്ല, ഒരു സഹോദരി ബന്ധമാണെങ്കിൽ പോലും നമുക്ക് പരസ്പരം കേൾക്കാൻ അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. ഇവിടെ സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞത് നമ്മുടെ ലൈഫിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. രണ്ടുപേർ തമ്മിൽ സംസാരിക്കണമെങ്കിൽ, ഓപ്പണായി സംസാരിക്കണമെങ്കിൽ ഒരു കംഫർട്ട് സോൺ പരസ്പരം ഒരുക്കി കൊടുക്കുക. എനിക്കെല്ലാം തുറന്നു പറയാൻ ആ വ്യക്തിയോട് പറ്റും. എനിക്ക് ഒരു പക്ഷേ ദേഷ്യത്തോടെ ആയിരിക്കും അത് പറയേണ്ടി വരിക, അല്ലെങ്കിൽ അദ്ദേഹത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കും എനിക്ക് പറയേണ്ടി വരിക. അത് ഞാൻ അദ്ദേഹത്തോട് പറയുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിയോട് പറയുമ്പോൾ എന്നെ ഒരിക്കലും നെഗറ്റീവായിട്ട് അദ്ദേഹം എടുക്കില്ല അല്ലെങ്കിൽ ആ വ്യക്തി എടുക്കില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളവരോട് മാത്രമേ നമ്മൾ ഒരു പക്ഷേ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുള്ളൂ. അപ്പോൾ അത്തരം ഒരു വ്യക്തികളായി തീരാൻ വേണ്ടി നമ്മൾ ഒരു കംഫർട്ട് സോൺ നമ്മൾ ഒരുക്കി കൊടുക്കുക. അതേപോലെ നമുക്ക് പ്രിയപ്പെട്ടവർ നമുക്കും അത്തരത്തിലുള്ള ഒരു കംഫർട്ട് സോൺ ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പരസ്പര ബന്ധങ്ങൾ തമ്മിലുള്ള ഒരു ഇഴയടുപ്പം നമുക്കൊന്നും കൂടെ
ഊട്ടിയുറപ്പിക്കാൻ കഴിയും. അത്തരം ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം.